നമസ്കാരം. ഞാൻ കുറച്ച് വൈകി എന്നുള്ള സത്യം തന്നെയാണ്. മനഃപൂർവ്വമല്ല, സിനിമയാണ്. സിനിമാ പ്രവർത്തകർക്കൊക്കെ അറിയാം. ഞാനൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനവിടെ രാവിലെ മുതൽ ചെന്നതാണ്. എന്നോട് ഉച്ചയ്ക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ രാവിലെ വേറൊരു ഫംഗ്ഷന് പോയി. അവിടെ ഈ കുട്ടി തന്നെയായിരുന്നു കമ്പിയർ. അവിടെ മത്സ്യങ്ങളുണ്ടായിരുന്നല്ലേ. ആ സിനിമയുടെ പേരും അതെ, പ്രണയ മീനുകളുടെ കടൽ. കമൽ സംവിധാനം ചെയ്ത് രാവിലെ അതിൻ്റെ പൂജയ്ക്ക് പോയി. അപ്പോൾ ഷൂട്ടിംഗുകാരൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ പ്രദീപിനും കൂടെ ഇന്ന് രാവിലെ അത് തീർക്കാൻ പോയിരുന്നു പരിപാടി. ഏതായാലും ഒരു വൈകുന്നേരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത്. അത്താഴം കഴിഞ്ഞ് നല്ല കാര്യങ്ങൾ ഓർത്ത് കിടന്നുറങ്ങാമല്ലോ. വളരെ സന്തോഷമുണ്ട്. ഇത് ഇത്രയും ആളുകൾ കാത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ കുറ്റബോധത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ തൊഴിൽപരമായ ചില അസൗകര്യങ്ങളാണെന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും എനിക്ക് പറ്റുന്നില്ല. ദയവേത് എന്നോട് ക്ഷമിക്കുക. ഇത് പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വേറെ ആരെയും എനിക്കറിയില്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രദീപ് ഒരുപക്ഷെ ഇത്രയും ഒരുപാട് പേർക്ക് ഒരുപാട് തരം കഴിവുകളും ടാലൻസും ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രദീപിനെ പോലെ അത് പ്രകടിപ്പിക്കാനും അത് വിവിധമായ രീതിയിൽ ആളുകൾ എത്തിച്ചേർക്കാനും സാധിച്ച അപൂർവം ആളുകളേ ഉള്ളൂ. അതിൽ പ്രദീപ് വളരെയേറെ മുന്നിലാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ ഒരു സാധാരണ നമ്മുടെ ടി വികളിൽ കാണുന്ന എല്ലാ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇങ്ങനത്തെ ഷോകളുണ്ടല്ലോ നമ്മൾ കാണിക്കുന്ന ഈ എന്തായാലും പറയുക, റിയാലിറ്റി ഷോ അല്ല, മറ്റേ ഈ പൈസ കിട്ടുന്ന പരിപാടി, ക്യൂസ് ഷോസ് അല്ല, അതിന് വേറെ അതുപോലെയുള്ള ഷോകൾക്കൊക്കെ അത് വിദേശികളുടെ ആണ്. നമ്മുടെ നിന്ന് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാ ഷോയും 99% ഷോയും നമ്മുടെ നാട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ പ്രദീപിൻ്റെ ഷോ റിവേഴ്സ് ക്വിസാണ്. അത് നമ്മുടെ മാത്രം ഷോയാണ്. മലയാളത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ്. അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ചോദ്യകർത്താവിനെയാണ് നമ്മൾ നേരിടുന്നത്. പക്ഷേ നമ്മൾക്ക് സ്വയം നമ്മുടെ മുന്നിലേക്ക് ഒരു ഉത്തരം പറയുന്ന, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരാളായിട്ട് വരുന്നത് ഒരുപക്ഷെ അത് ലോകത്തെങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്കറിവില്ല. എൻ്റെ അറിവിൻ്റെ പരിമിതിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പ്രദീപിന് അറിയാവോ? ശ്രീലങ്കയിൽ നിങ്ങളാണ് ചെയ്തത്. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചത്. അതെൻ്റെ അറിവിലില്ല. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയ അറിവാണ്, ഒരു പുതിയ കാഴ്ചയായിരുന്നു. അത് കൈരളിയിലാണ്. കൈരളിയിൽ ഈ അശ്വമേധം എന്ന് പറയുന്നത് വളരെ കാലം കൈരളിയിൽ തുടർന്നു കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അതെ, അതിന് ഈ ഷൂട്ടിംഗ് ആയതുകൊണ്ട് പുള്ളിയുടെ പുതിയൊരു കലാ പ്രകടനത്തിന് അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിന് അദ്ദേഹത്തിനൊരു ഒഴിവ് കൊടുത്തതാണ്. അത് വളരെ വിജയകരമായി തന്നെ അദ്ദേഹം നിർവഹിക്കും എന്ന് തന്നെയാണ്. കൊച്ചുകുട്ടികളാണ് ഇത് കഥ അല്ലേ കണ്ടപ്പോൾ ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂൾ കുട്ടികൾ നാളത്തെ വലിയവരാണല്ലോ. വലിയവരിൽ ഓരോ കുട്ടികളും ഉണ്ട്. ഞാനൊക്കെ എപ്പോഴും കുട്ടിയാണ്. അതിൻ്റെ അല്ല, എൻ്റെ പേരിനകത്തൊരു കുട്ടിയുണ്ട്. അത് മുഹമ്മദ് കുട്ടിയെന്നാണ് എൻ്റെ പേര്. പിന്നെ എനിക്കെൻ്റെ എന്നിലുള്ള കുട്ടിയെ ഞാൻ ഒരിക്കലും തളർത്താറില്ല. കാരണം നമ്മളിലൊരു കുട്ടി ഉണ്ടാകുന്നതാണ് നമ്മുടെ ഒരുപാട് ഒന്നിനെപ്പറ്റിയും ആവലാതിയും ടെൻഷനും ദേഷ്യം, വഴക്ക്, പിണക്കം, ചെറിയ കാര്യങ്ങൾക്കേ പിണക്കമുള്ളൂ. പിണക്കം, സ്ഥായിയായ വൈരാഗ്യം, വിരോധമൊന്നും കുട്ടികൾക്ക് ആരോടും ഉണ്ടാവില്ല. നമ്മളൊരു കുട്ടിയെ നമ്മൾ വളർത്താതിരുന്നാൽ, അതായത് കുട്ടിയായിട്ട് തന്നെ സംരക്ഷിച്ചു പോന്നാൽ, ഒരുപക്ഷെ ഒരു കുട്ടിയുടെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് സ്നേഹിക്കാനും സഹായിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ഒരു കുട്ടിയായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നെക്കൊണ്ട് പരിധിവരെ ഉള്ളൂ. കാലം അതാണ്, ലോകം അതാണ്. ഈ കുട്ടികളിലൂടെ നമ്മൾ വലിയ ആൾക്കാരുടെ കഥ പറയുന്നത് വളരെ എന്താ പറയുക, ഒരു വലിയ ഉദാഹരണമാകട്ടെ, വലിയൊരു സംരംഭമാകട്ടെ, വലിയൊരു സന്ദേശമാകട്ടെ. ഈ സിനിമ നമുക്കെല്ലാവർക്കും കാണാനും അറിയാനും പഠിക്കാനും പുതിയ ഗാനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാനും ഈ കുട്ടികൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രദീപ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രത്യേകതയും അത്ഭുതങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ വിജയങ്ങളും, എല്ലാ ആശംസകളും. ശ്രീ ബിജിപാൽ, പ്രൊഡ്യൂസർ ശ്രീ ഉത്തുംഗ് ഹിതേന്ദ്ര താക്കൂർ എന്നിവരുടെ സാന്നിധ്യം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഈ ഓഡിയോ ലോഞ്ച് നിർവഹിക്കുമ്പോൾ CD
മമ്മൂക്ക ഈ 5 കുട്ടികളുടെ കൈകളിലേക്ക് കൈമാറിയാൽ, ഈ കുട്ടികൾ 5 പേര് നമ്മുടെ ഈ 5 സ്വർണ്ണ മത്സ്യങ്ങൾ വരാൻ. സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച നടനുള്ള സ്കൂൾ കലോത്സവത്തിലെ ഈ വർഷത്തെ തീർച്ചയായും മമ്മൂക്ക കുട്ടിയൊക്കെ കൊടുക്കും, അവർ പൊട്ടിക്കട്ടെ. മമ്മൂക്ക കൊടുക്കും. സിബി സാർ പ്ലീസ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ മെനങ്ങാന്നൊരു ക്വിസ് മലബാറിൽ നടത്തിയപ്പോൾ പ്രശസ്തരായ വ്യക്തികളെ കണ്ടുപിടിക്കുന്നതിനൊരു സൂചന കൊടുത്തു. ഐ വാസ് നോട്ട് ബോൺ ഇൻ ഗോൾഡ്, ഐ വാസ് നോട്ട് ബോൺ ഇൻ സിൽവർ, ഐ വാസ് ബോൺ ഇൻ കോപ്പർ. അപ്പോൾ ഇവരെന്ത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചു. സ്പോട്ടിൽ മലബാറിലെ ഒരു മിടുക്കൻ അപ്പോൾ തന്നെ ചോദ്യം തീർക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഗോൾഡ് സ്വർണ്ണമാണ്, സ്വർണ്ണത്തിലല്ല, സിൽവർ വെള്ളിയിലല്ല, കോപ്പർ വൈക്കത്തിനടുത്ത ചെമ്പിൽ ജനിച്ച തങ്കമാണ് എന്ന് ഉത്തരം അവരോട് പറയുകയും ചെയ്തു.